എയർ ഇന്ത്യയിൽ മീൽസ് കോംപ്ലിമെൻ്ററി ആയതുകൊണ്ട് തന്നെ ഓപ്ഷനിൽ ജാപ്പനീസ് മീലെന്ന് കണ്ടപ്പോൾ ഒന്നും ചിന്തിക്കാതെ അത് തന്നെ ഓർഡർ ചെയ്തു. അങ്ങനെ ജാപ്പനീസ് മീൽ പ്രതീക്ഷിച്ചിരുന്ന എന്നോട് എയർ ഹോസ്റ്റസ് വന്നിട്ട് പറഞ്ഞു, സോറി, ഇന്ന് നമുക്ക് ജാപ്പനീസ് മീൽ അവൈലബിൾ അല്ല, വേറെ വെജോ നോൺ വെജോ മീലുണ്ട്, അതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ നോൺ വെജ് ചൂസ് ചെയ്തു. ഒപ്പം തന്നെ വെജ് നമ്മൾ ജാപ്പനീസ് മീലിനോടൊപ്പം തന്നെ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വെജ് മീലും ഒരു നോൺ വെജ് മീലും കിട്ടി. വെജ് മീലിൽ പയറ് മുളപ്പിച്ചതിൻ്റെ കറിയും അതുപോലെ തന്നെ ബ്രെഡ് റോളുമായിരുന്നു ഉണ്ടായിരുന്നത്. വളരെ സ്പൈസി ഒന്നും ആയിരുന്നില്ല, ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡായിരുന്നു. അതേസമയം നോൺ വെജിനകത്ത് നമുക്ക് ചിക്കൻ ടിക്ക മസാലയിൽ വിത്ത് ക്യാപ്സിക്കം, അതുപോലെ തന്നെ പറാട്ട, നല്ല സോഫ്റ്റ് പറാട്ടയായിരുന്നു ഉണ്ടായിരുന്നത്. പറാട്ട 4 പീസ് ഉണ്ടായിരുന്നു. വളരെ സോഫ്റ്റായിട്ടുള്ള ചെറിയ ചിക്കൻ പീസസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അത് ബോൺലെസ് പീസസ് ആയിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. 2 മീൽസും ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിരുന്നു. പക്ഷേ വെജ് മീലിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ബ്രെഡ് റോൾ കുറച്ച് റഫായിരുന്നു. അതുമാത്രമേ നമുക്കൊരു പ്രശ്നമായിട്ട് അതിൽ തോന്നിയിട്ടുള്ളായിരുന്നു. സാധാരണ എയർ ഇന്ത്യ മീൽസിലൊക്കെ റഫായിട്ടുള്ള ഒരു ബണ്ണും അതുപോലെ തന്നെ ബട്ടറും കിട്ടാറുണ്ട് മീൽസിനോടൊപ്പം. ഇത്തവണ ഒരു സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയത് ആ ബണ്ണിന് പകരം നമുക്ക് വളരെ സോഫ്റ്റായിട്ടുള്ളൊരു കേക്ക് പീസ് വിത്ത് ക്രീമായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല ടേസ്റ്റി ആയിരുന്നു. എയർ ഇന്ത്യയിലെ ടീ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, മിസ്സ് ചെയ്യാനേ പറ്റില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.